So dear students, നമ്മളിനി മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് റിവിഷൻ ആണ് ഇപ്പം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നോട്ട്സ് കവർ ചെയ്തു, നോട്ട്സിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള തിയറി പോർഷൻസും പിന്നെ ഫോർമുലാസ്, IS കോഡിൽ ക്ലോസസ് ഏതൊക്കെ പേജിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു ഫസ്റ്റ് 2 വീഡിയോസിന്. ഇനി തേർഡ് വീഡിയോ ഇതുകൊണ്ട് നമ്മൾ മൊഡ്യൂൾ 1 റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തേർഡ് വീഡിയോയിൽ ഉള്ളത് പ്രീവിയസ് ഇയർ ഡിസൈൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോട്ട്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിസ്കഷനാണ്. സോ ആസ് ഐ സെഡ്, മൊഡ്യൂൾ 1 ആണ് കൂടുതൽ വെയിറ്റേജ്. അതുകൊണ്ട് ഒരു പോർഷൻ പോലും മൊഡ്യൂൾ 1-ൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന അതേ പോർഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതേപോലെ എത്ര ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് മൊഡ്യൂൾ 1-ൽ. കാരണം അത്രക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും മൊഡ്യൂൾ 1-ൽ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഗിവൺ ഡേറ്റ, പിന്നെ എന്തെങ്കിലും ഫിഗേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് വരയ്ക്കുക. ഓക്കെ, പിന്നെ ഓരോ സ്റ്റെപ്സും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസൈനിന് ഫുൾ മാർക്സ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഗിവൺ ഡേറ്റ എഴുതുക, അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല ഓരോ സ്റ്റെപ്പിൽ ഇപ്പോൾ സ്റ്റെപ്പ് 1 ഗിവൺ ഡേറ്റ എഴുതിയിട്ട് സ്റ്റെപ്പ് 1 ലോഡ് കാൽക്കുലേഷൻ, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ക്ലോസസ് ഒന്നും മെൻഷൻ ചെയ്യാനില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് 2 മൊമെൻറ്റ്, കാൽക്കുലേഷൻ ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഓക്കെ, ദെൻ തേർഡ് വൺ ചെക്ക് ഫോർ മൊമെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. അത് ഏത് ക്ലോസിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് തന്നെ ഗിവൺ ഡേറ്റ എഴുതുക, എന്നിട്ട് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ബ്രാക്കറ്റിൽ ഏത് ക്ലോസ് ആണെന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ മെൻഷൻ ദ IS കോഡ് ക്ലോസ്. ദെൻ ഇക്വേഷൻസ്, അതിൽ വരുന്ന ഇക്വേഷൻസ് എഴുതുക, നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക. പിന്നെ നമുക്ക് വാല്യൂസ് അറിയാമായിരിക്കും, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ഫൈനൽ ആൻസറിലും യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചെക്ക് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ദെൻ ഫൈനലി നമുക്കൊരു ഡീറ്റെയിലിംഗ് വരയ്ക്കാൻ കാണും. ഡിസൈനാണ് ചോദിക്കുന്നതെങ്കിൽ ബോൾട്ടിൻ്റെ ഡിസൈൻ ആണെങ്കിലും വെൽഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ എത്ര ലെങ്ത് ഓഫ് വെൽഡ് അത് ഫിഗറിൽ മാർക്ക് ചെയ്യണം ഫൈനൽ ഡീറ്റെയിലിങ്ങിൽ. അതേപോലെ ബോൾട്ടിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ബോൾട്ടിൻ്റെ നമ്പർ ഓഫ് ബോൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ നമ്പർ ഓഫ് ബോൾട്ട് അത് ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും അറേഞ്ച്മെൻറ്റിൽ കാണിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൽ പിച്ചും എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിലിങ്ങിൽ ചെയ്യേണ്ടത്. സോ ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്ക് ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ലാബ് ജോയിൻറ്റ് ബിറ്റ്വീൻ 2 plates. അപ്പോൾ ഒരു ലാബ് ജോയിൻ്റ് ആണ്. 2 പ്ലേറ്റ്സിൻ്റെ വിഡ്ത്ത് 150 എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ തിക്നെസ് ഓഫ് 1 plate is 12 and other is 10. ഓക്കെ, ലാബ് ജോയിൻറ്റ് ഒരെണ്ണത്തിന് 12 and other 10. The joint has to transfer a working load of 100 kN. ഫാക്ടേർഡ് ലോഡ്, ഇത് വർക്കിംഗ് ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ലോഡിനെ ഫാക്ടേർഡ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ പ്ലേറ്റ്സിൻ്റെ ഗ്രേഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബെയറിംഗ് ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ ബെയറിംഗ് ടൈപ്പ് ബോൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബെയറിംഗ് ടൈപ്പ് ബോൾട്ടാണ് നമ്മൾ സാധാ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന എല്ലാം. ഫ്രിക്ഷൻ ബോൾട്ട് അല്ല, ബെയറിംഗ് ടൈപ്പ് ബോൾട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ബെയറിംഗ് ടൈപ്പ് ബോൾട്ട്. ദെൻ അപ്പോൾ അതിൻ്റെ ഗ്രേഡ് നമുക്ക് 4.6, യൂഷ്വലി 4.6 ആണ് എടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർമലി 4.6 എടുക്കുക. 4.6 ആണെങ്കിൽ FUB 400ഉം FYB 240 ആയിരിക്കും. 240 Nm/mm² അല്ലെങ്കിൽ 240 MPa. ഓക്കെ, ദെൻ പ്ലേറ്റിൻ്റെ ഗ്രേഡ് തന്നിട്ടുണ്ട് Fe410. സോ പ്ലേറ്റിൻ്റെ ഗ്രേഡ് Fe410 ആണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് FU എന്ന് വെച്ചാൽ 410ഉം ആൻഡ് FY 250 Nm/mm² ആയിരിക്കും. ഓക്കെ, പിന്നെ വർക്കിംഗ് ലോഡാണ് തന്നിരിക്കുന്നത്, അതിനെ ഫാക്ടേർഡ് ലോഡ് ആക്കുക. അതേപോലെ 2 പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പ്ലേറ്റ്സിനും ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. ഒന്നിന് 12ഉം ഒന്നിന് 10ഉം. അപ്പോൾ നമ്മൾ ഈ തിക്നെസ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഇതിൽ മിനിമം തിക്നെസ് വേണം എടുക്കാൻ. ഓക്കെ, KB × T എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലെ
ബെയറിംഗ് കപ്പാസിറ്റിയിൽ. അപ്പോൾ അവിടെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന് രണ്ടിലുമുള്ള മിനിമം തിക്നെസ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു നോർമൽ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എന്താ കാൽക്കുലേറ്റഡ് ഡിസൈൻ ആണ് ചെയ്യേണ്ടത്, അതായത് നമ്പർ ഓഫ് ബോൾട്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് ബോൾട്ടിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട്. അപ്പോൾ ബോൾട്ട് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 സ്റ്റെപ്സ് ആണുള്ളത്. വൺ ഇസ് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻസും IS കോഡിൽ തന്നിട്ടുണ്ട്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ലാബ് ജോയിൻ്റ് ആണ്. സോ ഒരു ഷിയർ പ്ലെയിനേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ NN 1 എന്ന് കൊടുക്കുക ആൻഡ് NS 0 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ NS 1 NN 0. ഇതിലേതെങ്കിലും ഒരു കേസ് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, NS 0. ഓക്കെ, അപ്പോൾ അതല്ലാതെ വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഡയറക്റ്റ്ലി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇതിൻ്റെ ബോൾട്ട് സ്ട്രെങ്ത്, അപ്പോൾ മിനിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട് കിട്ടും. ഇപ്പോൾ ഡിസൈനിൽ ശ്രദ്ധിക്കുക 1 ബോൾട്ടാണ്. ഓക്കെ, 1 ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. ബെയറിംഗ് കപ്പാസിറ്റി ആണെങ്കിലും ഷിയർ കപ്പാസിറ്റി ആണെങ്കിലും ഒരു ബോൾട്ടിൻ്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട് മിനിമം വാല്യൂ എഴുതുക. ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര ബോൾട്ട് ആണെന്ന് കിട്ടും. അതേപോലെ പിച്ചും എഡ്ജ് ഡിസ്റ്റൻസും എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിച്ച് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആൻഡ് എൻഡ് ഓർ എഡ്ജ് ഡിസ്റ്റൻസ് 1.5 അല്ലെങ്കിൽ 1.7 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ. ഓക്കെ, ദെൻ IS അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഫിലറ്റ്, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് നോട്ട്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ISMC എന്ന് വെച്ചാൽ ചാനൽ സെക്ഷനാണ്. ഓക്കെ, ISMC മീഡിയം ചാനൽ 250 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ചാനലിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ് 250. ഓക്കെ, ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ ടൈം മെമ്പർ ടു ട്രാൻസ്മിറ്റ് എ ഫാക്ടേർഡ് ലോഡ് ഓഫ് 800. സോ ഫാക്ടേർഡ് ലോഡ് തന്നിട്ടുണ്ട്. ചാനൽ സെക്ഷൻ ഒരു ഗസറ്റ് പ്ലേറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിലറ്റ് വെൽഡ് ഡിസൈൻ ചെയ്യാനാണ്. വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് 300 mm ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ LW കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ LW പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ പക്ഷേ ഒരു ലെങ്ത് ലിമിറ്റേഷൻ ഉണ്ട്, സഫീഷ്യൻറ്റ് സ്പേസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം? സ്ലോട്ട് വെൽഡിൻ്റെ ആവശ്യമുണ്ടോ, റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ സ്ലോട്ട് വെൽഡ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ട് ആ സ്ലോട്ടിൻ്റെ വിഡ്ത്തും അതേപോലെ ലെങ്ത്തും മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവർ പ്രീവിയസ് വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എഫിഷ്യൻസി ഓഫ് ദി ലാബ് ജോയിൻറ്റ് ആൻഡ് ഗിവൺ M20 ബോൾട്ട് Fe410 പ്ലേറ്റ്സ് ആൻഡ് 4.6 ഗ്രേഡ്. ഇപ്പോൾ ഗ്രേഡ് തന്നിട്ടുണ്ട് M20 ബോൾട്ടാണ്, അപ്പോൾ ഡയമീറ്റർ 20 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 16 mm ഡയമീറ്റർ അല്ലെങ്കിൽ M16 അല്ലെങ്കിൽ M20 അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്താ? പിച്ച്. ഓക്കെ, ഇത് എൻഡ് ഡിസ്റ്റൻസ്. എൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? എഡ്ജ് ഡിസ്റ്റൻസ് 35. സോ ഈ 35 എന്നും പിച്ച് 60 എന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന. പിന്നെ B വാല്യൂ ആണ് 190. ദെൻ 20 and 20 അത് തിക്നെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു ജോയിൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഇൻടു 100. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് എന്ന് വെച്ചാൽ 3 സ്ട്രെങ്ത്തിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. മിനിമം ഓഫ് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്, ഓക്കെ, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്, അതേപോലെ ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി, പിന്നെ പ്ലേറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ,
അപ്പോൾ ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ 6 ബോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ബെയറിംഗ് കപ്പാസിറ്റിയുടെ കൂടെയും 6 മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് പ്ലേറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് പേജ് 32 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what do you mean, design a double cover butt joint between two plates of width. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓക്കെ അതിൽ കംപ്ലീറ്റ് ചെയ്തു. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക, സ്ട്രെങ്ത്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ കിട്ടുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കിട്ടും, ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് വെച്ചാൽ TDG, ഗ്രോസ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പേജ് 32 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ TDG ഇൻറ്റു 100 ചെയ്യുമ്പോൾ എഫിഷ്യൻസി കിട്ടും. നെക്സ്റ്റ്, ഡിസൈൻ എ ഡബിൾ കവർ ജോയിൻറ്റ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. 2 പ്ലേറ്റ്സ് ഉണ്ട്, 2 പ്ലേറ്റ്സിൻ്റെയും വിഡ്ത്ത് 300 ആണ്. തിക്നെസ് ഓഫ് 1 പ്ലേറ്റ് 18 ആൻഡ് അതർ ഇസ് 10. ദ ജോയിൻറ്റ് ഹാസ് ടു ട്രാൻസ്ഫർ എ വർക്കിംഗ് ലോഡ്. അപ്പോൾ വർക്കിംഗ് ലോഡ് എന്ന് എവിടെ കണ്ടാലും അതിനെ ഇൻറ്റു 1.5 മൾട്ടിപ്ലൈ ചെയ്യുക, ഫാക്ടേർഡ് വാല്യൂ ആക്കുക. ഓക്കെ, ദ പ്ലേറ്റ്സ് ആർ FE 410, യൂസ് 4.6 ഗ്രേഡ്. ഇവിടെ ഡയമീറ്റർ ഒന്നും പറയുന്നില്ല, സോ യു ക്യാൻ അസ്യൂം എ ഡയമീറ്റർ ഓഫ് M20 ഓർ M16. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് 2 പ്ലേറ്റ്സ്, ഇതൊരു ബഡ് ജോയിൻ്റ് ആണ്. ഡബിൾ കവർ ജോയിൻ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ ലാപ്പെന്നോ ബട്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഡബിൾ കവർ, നമ്മൾ കവർ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ബഡ് ജോയിൻറ്റിലാണ്. ഓക്കെ, സോ ഇങ്ങനെ കവർ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ കവറാണ്, 2 സൈഡിലും കവറുണ്ട്. ആൻഡ് ഇതിൽ പറയുന്നത് എന്താ, ഒരു പ്ലേറ്റ് 18, ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് 18, അതർ പ്ലേറ്റ് 10 ആണ് തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? പാക്കിംഗ് പ്ലേറ്റ്. സോ പാക്കിംഗ് പ്ലേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ പാക്കിംഗ് പ്ലേറ്റിൻ്റെ ആ ക്വസ്റ്റ്യൻ, അതായത് പാക്കിംഗ് പ്ലേറ്റിൻ്റെ ഷിയർ കപ്പാസിറ്റിയിൽ പാക്കിംഗ് പ്ലേറ്റിൻ്റെ റിഡക്ഷൻ ഫാക്ടർ 6 mm കൂടുതലാണോ പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഫാക്ടർ ഷിയർ കപ്പാസിറ്റിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതാണ്. അപ്പോൾ ഡിസൈനിൽ അപ്പോൾ വേറെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പാക്കിംഗ് പ്ലേറ്റിൻ്റെ കാര്യം ഷിയർ കപ്പാസിറ്റിയിൽ കൺസിഡർ ചെയ്യുക, അതേപോലെ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെ മിനിമം നമുക്ക് എന്ത് കിട്ടും? മിനിമം വാല്യൂ ഓഫ് ദിസ് വി വിൽ ഗെറ്റ് ദ ബോൾട്ട് സ്ട്രെങ്ത് ഓഫ് ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് തന്നിട്ടുണ്ട് 260 × 1.5 ഡിവൈഡഡ് ബൈ ഈ മിനിമം സ്ട്രെങ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? നമ്പർ ഓഫ് ബോൾട്ട് കിട്ടും. നമ്പർ ഓഫ് ബോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ വരയ്ക്കുക, ഡീറ്റെയിൽ ചെയ്യുക. ഓക്കെ, പിച്ചും എഡ്ജ് ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. പിച്ചും എഡ്ജ് ഡിസ്റ്റൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ആസ് പെർ കോഡ് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആണ് പിച്ച്, ആൻഡ് 1.5 അല്ലെങ്കിൽ 1.7 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ ആണ് എഡ്ജ് ഓർ എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. സോ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഫാക്ടേർഡ് വാല്യൂ. ഓക്കെ, ആൻഡ് ഈ ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൽ വേറൊരു കാര്യമുണ്ട്, 2 ഷിയർ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ NN1 NS1 ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത് ഫോർ കാൽക്കുലേറ്റിംഗ് ഷിയർ കപ്പാസിറ്റി കാൽക്കുലേഷനിൽ. NN NS. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടൈ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് കൺസിസ്റ്റിംഗ് ഓഫ് എൻ ആംഗിൾ സെക്ഷൻ is welded to a 10 mm thick gusset plate. Design a weld to transmit load equal to the full strength of the member. Assume shop welding. അപ്പോൾ ഈ ഷോപ്പ് വെൽഡിംഗ് ആണെന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താ? ഷോപ്പ് വെൽഡിംഗ് എന്ന് അല്ലെങ്കിൽ സൈറ്റ് വെൽഡ്, ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ ഷോപ്പ് വെൽഡ്, സൈറ്റ് വെൽഡ്, ഫീൽഡ് വെൽഡ്. ഓക്കെ, സൈറ്റ് വെൽഡും ഫീൽഡ് വെൽഡും സെയിം തിങ് തന്നെയാണ്. ഓക്കെ, ദെൻ ഷോപ്പ് വെൽഡ്. അപ്പോൾ ഷോപ്പ് വെൽഡ് ആണെങ്കിൽ 1.25 ആണ് ഗാമ MW. സൈറ്റ് അല്ലെങ്കിൽ ഫീൽഡ് വെൽഡ് ആണെങ്കിൽ ഗാമ MW എന്ന് വെച്ചാൽ 1.5 ആയിരിക്കും. ഓക്കെ, സോ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ ഷോപ്പ് വെൽഡിംഗ് ആണോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അത് തന്നിരിക്കുന്നതിൻ്റെ റീസൺ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഷോപ്പ് വെൽഡ് ആണോ സൈറ്റ് വെൽഡ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു IS ആംഗിൾ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ സെക്ഷൻ 75, ഇത് 75 ആൻഡ് തിക്നെസ് 10.
75 തിക്നെസ് 10. അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ സെക്ഷൻ തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? SP6 സ്റ്റീൽ ടേബിളിൽ ഈ ഒരു സെക്ഷൻ്റെ CG മാർക്ക് ചെയ്യുക. ഓക്കെ, CG ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ആൻഡ് CG മാർക്ക് ചെയ്തിട്ട് വേറെ ഇതിൻ്റെ ടോട്ടൽ ഏരിയ AGയും കാണും. AGയും CGയും മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? ഡിസൈൻ എ വെൽ ടു ട്രാൻസ്മിറ്റ് എ ലോഡ്. അപ്പോൾ ഈ എടുക്കേണ്ട ലോഡ് എത്രയാണ്? ലോഡ് ഇസ് ഈക്വൽ ടു, ലോഡ് വാല്യൂ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, ഫാക്ടർ ലോഡ് വാല്യൂ തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം പറയുന്നത് ലോഡ് ഇസ് ഈക്വൽ ടു ഫുൾ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ, അതായത് TDG. ഓക്കെ, ഈ ആംഗിൾ സെക്ഷൻ്റെ TDG ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ TDG എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇക്വേഷൻ 32 പേജ് നമ്പർ 32ൽ ഗ്രോസ് ഈൽഡിൻ്റെ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. സോ TDG വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ ദി ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷനിലെ AG വാല്യൂ നമുക്ക് SP6ൽ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ TDG കാൽക്കുലേറ്റ് ചെയ്യുക, അത് ലോഡിന് ഇക്വേറ്റ് ചെയ്യുക Pക്ക്. അഗെയിൻ ഇവിടെ ഇതൊരു ആംഗിൾ സെക്ഷനാണ്. സോ ആംഗിൾ സെക്ഷനിൽ ഇങ്ങനെ ഗസറ്റ് പ്ലേറ്റ് ആംഗിൾ സെക്ഷൻ. അപ്പോൾ ഈ ആംഗിൾ സെക്ഷനിൽ നമ്മൾ CG മാർക്ക് ചെയ്തു. ഓക്കെ, ഈ CGയിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? ലോഡ് ആക്ട് ചെയ്യുന്നത് P. ആൻഡ് ഇത് ഡിസ്ട്രിബ്യൂഷൻ, ലോഡ് ഡിസ്ട്രിബ്യൂഷൻ P2 P1, ടോപ്പിലും ബോട്ടത്തിലുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. P2ന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. സോ P1 ഇൻറ്റു P ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് P ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ആൻഡ് P1 ഇൻറ്റു ടോട്ടൽ 75. ഓക്കെ, അപ്പോൾ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് P2 ഈക്വൽ ടു 0, സിഗ്മ മൊമെൻറ്റ് അബൌട്ട് P2 ഈക്വൽ ടു 0 എടുക്കുക. മൊമെൻറ്റ് വാല്യൂ അപ്പോൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് P1ഉം P2ഉം കിട്ടും. ഓക്കെ, സോ P1 ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത്. അപ്പോൾ ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. P1 ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ്, അതായത് ലോഡ് ഈക്വൽ ടു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡിന് ഇക്വേറ്റ് ചെയ്യുക. FU_LETE/√3 ഗാമ MW. ഓക്കെ, അപ്പോൾ അതിന് ടോപ്പിലും ബോട്ടത്തിലുള്ള വാല്യൂസ് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആംഗിൾ സെക്ഷൻ്റെ 3 സൈഡും വെൽഡ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, നമ്മളപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇന്നലെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തിരുന്നത്? ഇങ്ങനൊരു ആംഗിൾ സെക്ഷൻ, ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ സെക്ഷനിൽ നമ്മൾ വെൽഡ് ചെയ്ത് ഏത് പോർഷനിലായിരുന്നു? ഈ പോർഷൻ അല്ലേ? അതിൻ്റെ ഇതനുസരിച്ച് ഈ പോർഷൻ ഇവിടെ എൻഡ് റിട്ടേണും കൊടുത്തു. അതേപോലെ ഈ പോർഷനിൽ ഇങ്ങനെയായിരുന്നു വെൽഡ് ചെയ്തിരുന്നത്. ഓക്കെ, എൻഡ് റിട്ടേൺ എന്ന് വെച്ചാൽ 2 × S ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു വെൽഡ് ചെയ്തിരുന്നത് അല്ലേ? ഇനി അപ്പോൾ ഇത് 2 സൈഡാണ് ഇപ്പം നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 3 സൈഡ് വെൽഡ് ചെയ്യണം എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഓൾ ദ 3 സൈഡ്സ്. അപ്പോൾ 3 സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് വെൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു ടോട്ടൽ ലെങ്ത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ടോട്ടൽ ലെങ്ത് കിട്ടിയിട്ടുണ്ടാകും. ഇത് CG, ഇതാണ് CG. ഓക്കെ, സോ ഈ ടോട്ടൽ ലെങ്ത് നമ്മൾ ഈ സൈഡിൽ നിന്നേ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ലെങ്ത്തിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ സപ്പോസ് 250 ആണ് എങ്കിൽ, അതായത് ടോപ്പിൽ 250 mm എന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 250 മൈനസ് ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം. ഈ 250 നമ്മൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ നമുക്ക് സപ്പോസ് ബോട്ടത്തിൽ കിട്ടുന്നത് 330 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെ മാർക്ക് ചെയ്യണം? ഇവിടെ നിന്ന് ഈ CGയിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം 330. ഓക്കെ, അപ്പോൾ ഇത് 3 സൈഡും വെൽഡായി. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലൊന്നും പ്രത്യേകിച്ച് 3 സൈഡൊന്നും പറയുന്നില്ല എങ്കിലും നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്യുക. 3 സൈഡ്സ് എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ വെൽഡ് ചെയ്യുക. ഓക്കെ, സോ ഡിറ്റർമൈൻ ദി സ്ട്രെങ്ത് ആൻഡ് എഫിഷ്യൻസി ഓഫ് എ ബോൾട്ടഡ് ലാബ് ജോയിൻറ്റ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ. സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ? എഫിഷ്യൻസി നമുക്കറിയാം. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആണ് കാൽക്കുലേറ്റ് ഓഫ് ലാബ് ജോയിൻറ്റ്. സോ സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് വെച്ചാൽ മിനിമം ഓഫ് ബെയറിംഗ് കപ്പാസിറ്റി, ഷിയർ കപ്പാസിറ്റി ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്.
ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ഡിവൈഡഡ് ബൈ strength of plate, gross strength of plate will give us, okay, into 100 will give you the efficiency. അപ്പോൾ ഇത് എഫിഷ്യൻസിയുടെ സെയിം ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഡയറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. 20 mm ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗ്രേഡ് FE 410, ദെൻ പ്ലേറ്റ്സ് 12 mm തിക്ക്. ഇവിടെ വാല്യൂസ് ഇത് 100 ആണ്, പിച്ച് E 50. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടൈം മെമ്പർ കൺസിസ്റ്റിംഗ് ഓഫ് എൻ ആംഗിൾ സെക്ഷൻ. ഇത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സൈഡ് വെൽഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ടൈം മെമ്പർ കൺസിസ്റ്റിംഗ് ഓഫ് എൻ ആംഗിൾ സെക്ഷൻ ഡിസൈൻ ടു ട്രാൻസ്ഫർ എ ഫാക്ടേർഡ് ലോഡ് ഓഫ് 280. ഇപ്പോൾ ഇവിടെ ലോഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ വേറെ ഒരു കാര്യം കൂടെ നോക്കുക. ടു എ ഗസറ്റ് പ്ലേറ്റ് 10 mm തിക്ക് ആൻഡ് 6 mm ഫില്ലറ്റ് വെൽഡ്. ഈ 6 mm ഫില്ലറ്റ് വെൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വെൽഡിൻ്റെ സൈസ് എസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 6 mm. ഓക്കെ, അപ്പം നിങ്ങൾ ഈ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ TE = KS. ഈ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി എന്താ ചെയ്തത്? മിനിമവും മാക്സിമത്തിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എസിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, 6 mm ഫില്ലറ്റ് വെൽഡ് എന്ന് വെച്ചാൽ എസിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? ദെൻ ഡിസൈൻ ദി വെൽഡ്. ഇഫ് ദി വെൽഡ് ഇസ് പ്രൊവൈഡഡ് ഓൺ ഓൾ 3 sides ബൈ ഓവർലാപ്പിംഗ് ദി ആംഗിൾ ഓൺ ദി ഗസറ്റ് പ്ലേറ്റ് അറ്റ് എ ഷോപ്പ് വെൽഡാണ്. അപ്പോൾ ഓരോ ലൈൻസും നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഇപ്പോൾ ടൈം മെമ്പർ കൺസിസ്റ്റിംഗ് ഓഫ് എൻ ആംഗിൾ സെക്ഷൻ, ട്രാൻസ്ഫർ എ ഫാക്ടേർഡ് ലോഡാണ് 280. വെൽഡഡ് ടു എ ഗസറ്റ് പ്ലേറ്റ് ഇത് 6 mm ഫില്ലറ്റ് വെൽഡ്. ഡിസൈൻ ദി വെൽഡ് ഓൺ 3 sides ബൈ ഓവർലാപ്പിംഗ് ദി ആംഗിൾ ഓൺ ഗസറ്റ് പ്ലേറ്റ് അറ്റ് എ ഷോപ്പ്. ഓൾസോ സ്കെച്ച് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോപ്പ് എന്ന് പറയുന്നുണ്ട്, 3 സൈഡ് എന്ന് പറയുന്നുണ്ട്, ഫില്ലറ്റ് വെൽഡിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഗിവ് ഓൺ ഡേറ്റ് എഴുതുമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നല്ലത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ആൻഡ് 3 സൈഡും എങ്ങനെയാണ് ചെയ്യുക? 3 സൈഡും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ആംഗിൾ സെക്ഷൻ്റെ CG മാർക്ക് ചെയ്യുക. എന്നിട്ട് 3 സൈഡും വെൽഡ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ എത്രയാണെന്ന് നോക്കുക. അത് നമ്മൾ ഇവിടെ നിന്നേ പ്രൊവൈഡ് ചെയ്യുക, ഈ CGയിൽ നിന്ന്. അതുപോലെ ഇവിടെ നിന്നും. ഓക്കെ, അപ്പോൾ അതാണ് 3 സൈഡ് വെൽഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യൂഷ്വലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആംഗിളിൻ്റെ പ്രോബ്ലമാണ് വെൽഡിൽ വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ വരുന്നത്. അതേപോലെ ബോൾട്ടിൽ വരുമ്പോൾ ഈ എല്ലാ ചെക്കും കൂടെ ചെയ്യുക. ഓക്കെ, പിന്നെ ആ പാക്കിംഗ് പ്ലേറ്റിൻ്റെ പ്രോബ്ലമാണ് ബോൾട്ടിൽ കുറച്ചും കൂടെ ഹെവി ആയിട്ട് വരുന്ന പ്രോബ്ലം. ഓക്കെ, പിന്നെ IS കോഡ് ക്ലോസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ഡിസൈനിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി 75 തന്നിട്ടുണ്ട്. പാക്കിംഗ് പ്ലേറ്റ് പേജ് 75 തന്നെ. പിന്നെ മിനിമം പിച്ച് 73, മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് 74. പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റും പേജ് 32. പിന്നെ ഹോൾ ഡയമീറ്റർ 73. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിസൈനിൽ ആവശ്യം വരേണ്ടത്. പിന്നെ വെൽഡിൻ്റെ ഡിസൈനിൽ മിനിമം സൈസ് ഓഫ് വെൽഡ്, മാക്സിമം സൈസ് ഓഫ് വെൽഡും അതും അടുത്ത പേജിൽ തന്നെ ഉണ്ട് കേട്ടോ. ദെൻ വാല്യൂ ഓഫ് K, ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ്, സൈഡ് വെൽഡിൻ്റെ അത് 1.5 ഗാമ MW ആണെന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോസസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഡിസൈൻസ് ആണ്. ബഡ് ജോയിൻറ്റ്, അതിൽ സിംഗിൾ കവറും ഡബിൾ കവറും വരും. ലാബ് ജോയിൻറ്റ്, പിന്നെ വെൽഡിലാണെങ്കിൽ സിംഗിൾ V ബട്ട്, ഡബിൾ B ബട്ട്, ദെൻ ഫില്ലറ്റും സ്ലോട്ട് വെൽഡും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ലാബ് ജോയിൻറ്റ് എന്താണെന്നും അതുപോലെ ബഡ് ജോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ, അതിൽ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ 3ൻ്റെയും മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഏത് ക്ലോസിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, മിനിമം ഓഫ് ഷിയർ കപ്പാസിറ്റി ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി. പിന്നെ ഡിസൈൻ നമ്പർ ഓഫ് ബോൾട്ട്, ഇപ്പോൾ ലാബ് ജോയിൻ്റ് ആണെങ്കിലും ബഡ് ജോയിൻ്റ് ആണെങ്കിലും എത്ര ബോൾട്ട് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസൈൻ മീൻസ് ടു ഫൈൻഡ് നമ്പർ ഓഫ് ബോൾട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഫാക്ടേർഡ് ലോഡ് ബൈ ബോൾട്ട് വാല്യൂ. ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ സിംഗിൾ ബോൾട്ടിൻ്റെ വാല്യൂ. ഓക്കെ, സോ 1.5 ഫാക്ടേർഡ് ലോഡിനെ കൺവേർട്ട് ചെയ്യുക. ഫാക്ടേർഡ് ലോഡ് തന്നിട്ടില്ല എങ്കിൽ വർക്കിംഗ് ലോഡ് ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ ഫാക്ടേർഡ് ലോഡ് കിട്ടും. പിന്നെ ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി, അതിലെ മിനിമം വാല്യൂ,
ദെൻ ബാക്കിയെല്ലാം ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഏരിയ ഓഫ് ഷാങ്ക്. ദെൻ ചെക്ക് ഫോർ ടെൻസൈൽ സ്ട്രെങ്ത്. പിന്നെ ഏരിയ ഓഫ് ഷാങ്കും ത്രെഡ് പോർഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അതായത് ANB 0.78 പൈ d²/4 ആൻഡ് ASB പൈ d²/4. പിന്നെ നമ്മൾ ഷിയർ പ്ലെയിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ പിച്ച്, ഗേജ്, എൻഡ് ഡിസ്റ്റൻസ്, എഡ്ജ് ഡിസ്റ്റൻസ്. പിന്നെ ബോൾട്ടിൻ്റെ ഗ്രേഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 4.6 ആണ്. അതുപോലെ ബോൾ ഡയമീറ്റർ 16 ഉം 20 യൂസ് ചെയ്യാറുണ്ട്. കവർ പ്ലേറ്റ് 6 mm 8 mm. ഓക്കെ, ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പേജ് 75 ഈ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ VDSB ആണ് വേണ്ടത്. അപ്പോൾ VDSB എന്ന് വെച്ചാൽ VNSB/γMB. അപ്പോൾ VNSB എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്യണം? ഇത് മാത്രം ചെയ്താൽ പോരാ, ഇതിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ γMB. ഓക്കെ, അപ്പോൾ ഇതിൽ FU എന്ന് വെച്ചാൽ FUB ആണ് കേട്ടോ. ഇതിൽ FUB ആണ്, അതായത് ബോൾട്ടിൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. അത് നിങ്ങൾ മാറിപ്പോകരുത്. ഇത് FUB ആണ്, ബോൾട്ടിൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഇതേപോലെ ബെയറിംഗ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ VDPB ഇതാണ്. VDPB = VNPB/γMB. അപ്പോൾ VNPB എത്രയാണ്? 2.5 kb/dt FU. D എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ബോൾ, T എന്ന് വെച്ചാൽ മിനിമം തിക്നെസ്, FU എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ. ഓക്കെ, FU എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദി ബോൾട്ടിൻ്റെ ഇവിടെ FU എന്ന് പറഞ്ഞാൽ ഇവിടെ FU എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. ആൻഡ് ഇവിടെ FUB പറയുന്നുണ്ട് ബോൾട്ട്. അതേപോലെ ഇവിടെ FUB ആണ്, ഇത് ബോൾട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മാറിപ്പോരുത്. അതായത് ആദ്യത്തെ കേസിൽ FUB ആണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ ഇവിടെ ഇവരൊരു FU എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ബോൾട്ടിന്. ശരിക്കും ബോൾട്ടിന് നമ്മൾ എന്താ എഴുതേണ്ടത്? FUB എന്നാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ കേസിൽ ഇവിടെ FU എന്ന് തന്നെയാണ്. ആ FU എന്ന് വെച്ചാൽ എന്താ? അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് പ്ലേറ്റ്, FUB ബോൾട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തിരുത്ത് വരുത്തണം. ഈ ഒരു ഇവിടെ മാത്രം FUB എന്ന് വരും, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, ആൻഡ് ഇവിടെ KB എന്ന് വെച്ചാൽ സ്മോളർ ഓഫ് E/3d0 P/3d0 -0.25 FUB/FU and 1. പിന്നെ ക്ലിയറൻസ്. അപ്പോൾ ഇതാണ് ക്ലിയറൻസ്, സ്റ്റാൻഡേർഡ് ക്ലിയറൻസ്. നമുക്കിപ്പോൾ 16 mm ബോൾട്ട് ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ 20 mm ആണെങ്കിലും 2 ആഡ് ചെയ്യുക, 22 ആണെങ്കിലും 2 ആഡ് ചെയ്യുക. പിന്നെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വെൽഡിൻ്റെ കേസിലാണെങ്കിൽ ഷോപ്പാണെങ്കിൽ 1.25, ഫീൽഡ് ആണെങ്കിൽ 1.5. പിന്നെ ബോൾട്ടിൻ്റെ എല്ലാ കേസിലും നമ്മൾ എന്ത് തന്നെയാണ് എടുക്കുന്നത്? 1.25 തന്നെയാണ്. ഓക്കെ, പിന്നെ γM1, γM0 1.1, γM1, γM0 അതെല്ലാം 1. ഓക്കെ, ദെൻ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്, ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ടെൻഷൻ ഇങ്ങനെയും, അതുപോലെ ഓക്കെ ഗ്രോസ് ടെൻഷൻ ഇങ്ങനെ, അതായത് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഇതും ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ആണ് നേരത്തെ ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കോഡിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. കോഡിൽ ഇത്രയേ തന്നിട്ടുള്ളൂ. ഓക്കെ, അതായത് സ്ട്രെസ് വാല്യൂ തന്നിട്ടുള്ളൂ. ഈ സ്ട്രെസ് വാല്യൂ ഇൻറ്റു ഏരിയ ചെയ്യണം. അപ്പോൾ അതായത് LW × TE ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ത്രോട്ട് തിക്നെസ്, ബട്ട് വെൽഡ് ആണെങ്കിൽ ത്രോട്ട് തിക്നെസ് 5/8 തിക്നെസ്. ഓക്കെ, പിന്നെ ആംഗിൾ, ഇതാണ് ഡിസൈൻ. ഒരു ഫില്ലറ്റ് വെൽഡ് നിങ്ങൾ ആംഗിൾ സെക്ഷനിൽ 3 സൈഡും ഡിസൈൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ മിനിമം സൈസ് ഓഫ് വെൽഡ് 78-ൽ K വാല്യൂ 0.7, മാക്സിമം സൈസ് 79, 80-ലുണ്ട്. സ്ക്വയർ എഡ്ജ് ആണെങ്കിൽ എഡ്ജ് തിക്നെസ് -1.5, റൗണ്ട് എഡ്ജ് ആണെങ്കിൽ 3/4 തിക്നെസ് ഓഫ് ആംഗിളറ്റ് ടോൺ. ഓക്കെ, പിന്നെ സ്ലോട്ട് വെൽഡ് ഡിസൈൻ ചെയ്യേണ്ട, സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ എത്ര സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ആ ലെങ്ത് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് മിനിമം വിഡ്ത്ത് ഓഫ് സ്ലോട്ട് എന്ന് വെച്ചാൽ 3 × തിക്നെസ് ഓഫ് വെബ് ഓർ 25 mm. ഓക്കെ,
സോ ആംഗിൾ ഫില്ലറ്റ് വെൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 സൈഡും വെൽഡ് ചെയ്യണം. 3 സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടോപ്പ് വെൽഡ് വരും, പിന്നെ ട്രാൻസ്വേഴ്സ് വരും, ബോട്ടം വരും. ഓക്കെ, സോ ഇത് ചാനൽ ഫില്ലറ്റ്, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സോ ദിസ് ഇസ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, IS കോഡ് ക്ലോസസ് ഡിസ്കസ് ചെയ്തു, ദെൻ തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നോട്ട്സിലെ പ്രോബ്ലംസും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ 1 ഒരു പോർഷൻസും സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പോർഷൻസിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, പറഞ്ഞു പോകുന്നതിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഓൾറെഡി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ഓരോന്നിൻ്റെയും കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും.